ആരോഗ്യവാണി. എല്ലാ ശ്രോതാക്കൾക്കും ആരോഗ്യവാണിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുപ്രകാരം ഇന്ന് ലോകം മുഴുവൻ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണികളിൽ ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ് AMR എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അഥവാ സൂക്ഷ്മരോഗാണുക്കൾ കൈവരിക്കുന്ന ചികിത്സാ പ്രതിരോധ ശക്തി. ചില മരുന്നുകളോട് ശരീരം പ്രതികരിക്കാത്ത അവസ്ഥ, മരുന്നുകൾ കഴിച്ചിട്ടും രോഗത്തിന് ഫലം കിട്ടാത്ത സാഹചര്യം. ഇത് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ രോഗാണുക്കൾ കൈവരിക്കുന്ന ചികിത്സാ പ്രതിരോധ ശക്തി കൊണ്ടാവാം. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ ആരോഗ്യവാണിയിൽ ഇന്ന് നമ്മോടൊപ്പമുണ്ട് കോഴിക്കോട് ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ മെഹറൂഫ് രാജ് TP. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. മെഡിക്കൽ സയൻസ് ഒരുപാട് വളർന്നിരിക്കുകയാണ്. ഒരുപാട് റിസർച്ചും കാര്യങ്ങളും പുതിയ പുതിയ മരുന്നുകളും സാങ്കേതിക വിദ്യകളും ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലും വലിയ റിസർച്ചാണ് ഈ സൂക്ഷ്മ രോഗാണുക്കളുടെ ലോകത്ത് നടക്കുന്നതെന്ന് തോന്നുന്നു. നമ്മൾ കണ്ടുപിടിക്കുന്ന മരുന്നുകളെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളത് അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ആക്ച്വലി ഡോക്ടർ, എന്താണ് ഈ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്? ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സൂക്ഷ്മ രോഗാണുക്കളും മനുഷ്യനും തമ്മിലൊരു യുദ്ധമാണല്ലോ രോഗാണുബാധ സമയത്ത് നടക്കുന്നത്. അപ്പോൾ സൂക്ഷ്മ രോഗാണുക്കളിൽ നമുക്ക് വൈറസ് ഉണ്ട്, ഏറ്റവും ചെറുത്, പിന്നെ ബാക്ടീരിയ ഉണ്ട്, പ്രോട്ടോസോവ ഉണ്ട്, അങ്ങനെ കുറേ സംഗതികളുണ്ട്. അപ്പോൾ ഇവയ്ക്കെതിരെ നമ്മൾ ഉപയോഗിക്കുന്ന ഔഷധങ്ങളുണ്ട്. ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ഈ മെയിൻലി ഏറ്റവും പ്രധാനപ്പെട്ടത് ബാക്ടീരിയകൾക്കെതിരെയാണ്. വൈറസുകൾക്കെതിരെ അങ്ങനെ ആൻറ്റിബയോട്ടിക്കുകളില്ല. ആൻറ്റിവൈറൽ ഡ്രഗ്സാണ് വേറെ വിഭാഗമുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക് മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചികിത്സിക്കുന്നത് ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനെയാണ്. അപ്പോൾ ഇതിൽ പറയാനുള്ളത്, ഈ സൂക്ഷ്മ രോഗാണുക്കൾ മനുഷ്യനേക്കാൾ കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പേ ഈ പ്രപഞ്ചത്തിൽ ഉയരെടുത്ത ആളുകളാണ്, സ്പീഷീസാണ്. അതുകൊണ്ട് തന്നെ ഒറ്റ കാരണത്താൽ തന്നെ അത്രയും കാലത്തെ ഒരു വിജ്ഞാനം ജനിതകമായ രീതിയിൽ അവരുടെ ജനിതകങ്ങൾ അടങ്ങിയിട്ടുണ്ടാവും. ഈ പ്രകൃതിയിലെ അനേകം സംഘടനകളെയും സംഘർഷങ്ങളെയും ദുരന്തങ്ങളെയും പ്രകൃതി പ്രശ്നങ്ങളെയൊക്കെ അതിജീവിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ താരതമ്യേന മനുഷ്യൻ വളരെ പുതിയ ഒരു ജീവി വർഗമാണ്. അപ്പോൾ ഈ മനുഷ്യനും രോഗാണുക്കളും തമ്മിലുള്ള യുദ്ധത്തിൽ ആത്യന്തികമായി രോഗാണുക്കൾ എപ്പോഴും ജയിക്കുകയുള്ളൂ. അതങ്ങനെയാണ് പ്രകൃതി അതിനെ സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ കൂടെ തന്നെ രോഗാണുക്കൾക്ക് മനുഷ്യൻ അവയെ എതിർക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ സംവിധാനങ്ങളെയും അതിജീവിക്കുവാനും അതിനെതിരെ യുദ്ധം ചെയ്ത് അതിന് വിജയിക്കുവാനുമുള്ള ചില പ്രത്യേക സിദ്ധികളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ടാണ് ജനറ്റിക് മ്യൂട്ടേഷൻസ് എന്നൊക്കെ പറയും. ഇപ്പോൾ നമ്മൾ കോവിഡ് കാലത്ത് നമ്മൾ കണ്ടല്ലോ, കണ്ടമാനം ആളുകൾക്ക് രോഗം വരുമ്പോൾ, കോവിഡ് ബാധിക്കുമ്പോൾ അവരിൽ ആ വൈറസ് കൊണ്ടുണ്ടാക്കുന്ന ആൻറ്റിബോഡികൾ വരുമ്പോൾ പുതിയ ആളുകളിലേക്ക് അത് കടക്കാൻ ചില സാമൂഹികമായ ഇമ്മ്യൂണിറ്റി വരുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, ഈ വൈറസുകൾ അവർ ജനിതകമായി മ്യൂട്ടേറ്റ് ചെയ്യും, രൂപപരിണാമം നടത്തും. അങ്ങനെയാണ് പുതിയ നമുക്ക് വകഭേദങ്ങൾ പിന്നെ ഉണ്ടായത്. അതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു ബാക്ടീരിയ ആണെങ്കിൽ തന്നെ നമ്മളൊരു ആൻറ്റിബയോട്ടിക് കുറേ കാലം ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ അശാസ്ത്രീയമായ ഉപയോഗം കൊണ്ട്, അതിന് ദീർഘകാലത്തിലുള്ള ഉപയോഗം കൊണ്ട്, അമിതമായ ഉപയോഗം കൊണ്ടൊക്കെ അതിനെ അതിജീവിക്കുവാനുള്ള കഴിവുകൾ ഈ രോഗാണുക്കൾ നേടുന്നതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. അപ്പം എന്തൊക്കെ പറഞ്ഞാലും ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആത്യന്തിക വിജയം രോഗാണുക്കൾക്കായിരിക്കും. മനുഷ്യൻ്റെ പല പ്രവൃത്തികൾ കൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ഈ രോഗാണുക്കളെ പ്രതിരോധിക്കാനുള്ള ശക്തി ആർജിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്? ഈ രോഗാണുക്കൾക്ക് സ്വാഭാവികമായ ശക്തി, ഇങ്ങനെയുള്ള ചില സിദ്ധികളുള്ളതിൻ്റെ പുറമെ തന്നെ മനുഷ്യൻ അതിനോട് നമ്മളെ സമീപിക്കുമ്പോൾ നമ്മൾ അനുവർത്തിക്കുന്ന ചില നയങ്ങൾ, ചില വൈകല്യങ്ങൾ കൊണ്ട് അത് ഡോക്ടർമാരും ഉത്തരവാദികളാണ്, രോഗികളും ഉത്തരവാദികളാണ്. അപ്പോൾ ആ ഒരു കാരണത്തിൽ സംഭവിക്കാവുന്നതാണ്. അപ്പോൾ അതിൽ ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത്, എന്നാൽ നമ്മുടെ ജീവിതം വളരെ ഫാസ്റ്റാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. എന്ത് രോഗം വന്നാലും, ഒരു പനി വന്നാൽ ആ പനി വൈറസ് കൊണ്ടാണോ, ബാക്ടീരിയ കൊണ്ടാണോ, അല്ലെങ്കിൽ പ്രോട്ടോസോവ കൊണ്ടാണോ, മറ്റെന്തെങ്കിലും കാരണവശാലാണോ എന്ന് ആകാതെ ശാസ്ത്രീയമായിട്ട് അതിനെ സമീപിക്കാൻ ആർക്കും നേരമില്ല. അപ്പോൾ രോഗികൾ പറയുന്നത്, എനിക്ക് പെട്ടെന്ന് മാറണം, എനിക്ക് വേറെ കുറേ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം പലപ്പോഴും രോഗികൾ ഡിമാൻഡ് ചെയ്യും പെട്ടെന്ന് മാറാനുള്ളൊരു ആൻറ്റിബയോട്ടിക് ആവശ്യം. ഇങ്ങനെ ആൻറ്റിബയോട്ടിക് എഴുതിത്തരും. പിന്നെ ഡോക്ടർമാരും തന്നെ ഇന്നത്തെ കേസ്, കാരണം നാടോടുമ്പോൾ നടുവോടണമല്ലോ, അപ്പോൾ ഡോക്ടർമാരും തന്നെ പലപ്പോഴും ശാസ്ത്രീയമായ ഒരു തെളിവുകളില്ലാതെ, അല്ലെങ്കിൽ ഇയാളെ ബാധിച്ചിരിക്കുന്ന രോഗമാണ് ഏത് വിഭാഗത്തിൽപ്പെടുന്നതാണെന്ന് പൂർണ്ണമായും മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ ആൻറ്റിബയോട്ടിക് ഔഷധങ്ങൾ കൊടുക്കും. അപ്പോൾ ഇൻഡിസ്ക്രിമിനേറ്റ് യൂസ് ഓഫ് ആൻറ്റിബയോട്ടിക് ഉണ്ട്. അത് ഒരു പരിധിവരെ അത് അബ്യൂസാണ്.
അപ്പം മിസ്യൂസ്, ഓവർ യൂസ്, അതുപോലെ തന്നെയുള്ള അബ്യൂസും, ഇതിൽ ആൻറ്റിബയോട്ടിക് അബ്യൂസ് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരാൾക്ക് ആവശ്യമില്ലാത്തപ്പോഴും ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ ആ രോഗാണു ക്രമേണ അതിനെതിരെ പ്രതിരോധം നേടാനുള്ള ശക്തി കൂടുകയും അത് വളരെ പെട്ടെന്നാവുകയും ചെയ്യും. അങ്ങനെയാണ് ഇത് സംഭവിക്കുന്ന കാര്യം. പിന്നെ രോഗികളുടെ കാണുന്ന വേറൊരു പ്രവണത ഡോക്ടർ ഷോപ്പിംഗ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരാഴ്ച കൊണ്ട് മാറുന്നൊരു പനി ആളുകൾക്ക് 2 ദിവസം കൊണ്ട് മാറണം. അപ്പോൾ ആദ്യം കണ്ട ഡോക്ടർ 2 ദിവസം വെയിറ്റ് ചെയ്യും, ചിലപ്പോൾ ചിലർ 1 ദിവസം വെയിറ്റ് ചെയ്യുള്ളൂ. അപ്പോഴേക്ക് പനി മാറിയിട്ടില്ലെങ്കിൽ അടുത്ത ഡോക്ടറെ കാണും. അത് 2 ദിവസം കഴിയുമ്പോൾ വേറെ 3ാമത്തെ ആളെ കാണും. അപ്പോൾ ഒരു സ്വാഭാവികമായി സംഭവിക്കേണ്ട ഒരാഴ്ച കാലയളവിൽ ഒരു രോഗി 2 3 അതിൽ കൂടുതൽ ഡോക്ടർമാരെ കാണുകയുണ്ടാവും. അപ്പോൾ ഒരു ഡോക്ടറും ചാൻസ് എടുക്കുകയില്ല. ഒരാൾ ഇന്നലെ ഒരു ആൻറ്റിബയോട്ടിക് കൊടുത്ത് 2 ദിവസം കഴിക്കുമ്പോഴേക്ക് 2ാമത്തെ ഡോക്ടർ അത് വേറൊന്ന് മാറ്റി. രോഗി അല്ലെങ്കിൽ നിർബന്ധിക്കും, അല്ലെങ്കിൽ ഡോക്ടർ അവിടെ ഉള്ളിൽ നിന്ന് അങ്ങനെ ഒരു ഉൾപ്രേരണ ഉണ്ടാവും. അപ്പോൾ 3ാമത്തെ ദിവസം വേറൊരു ആൻറ്റിബയോട്ടിക് ആയിരിക്കും. അപ്പോൾ ഒക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആൻറ്റിബയോട്ടിക് ആവശ്യമില്ലാത്തൊരു കണ്ടീഷനിൽ ആദ്യം ഒരു ആൻറ്റിബയോട്ടിക്, അതും പൂർണ്ണ ഒരു കോഴ്സ് ഡ്യൂറേഷൻ കൊടുത്തില്ല, ഒരു കാലാവധിൻ്റെ കോഴ്സ് ഉണ്ട്, ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ല, വേണ്ടത്ര അളവിൽ ഇൻ്റർവെല്ലിൽ മരുന്ന് കഴിച്ചില്ല, 2ാമത്തെ ആൻറ്റിബയോട്ടിക് കയറി, അത് കഴിഞ്ഞ് അത് 2 ദിവസം കഴിക്കുമ്പോൾ 3ാമത്തേൽ കിടന്നത്. അപ്പോൾ ഈ 3 ആൻറ്റിബയോട്ടിക്കുകളും പിൽക്കാലത്ത് ഇതേ രോഗിയിൽ ഇതേ ഒരു ആൻറ്റിബയോട്ടിക്കുകൾ കൊണ്ട് ചികിത്സിക്കേണ്ട ഒരു അസുഖം, ഒരു ബാക്ടീരിയ വന്നു കഴിഞ്ഞാൽ ആ ബാക്ടീരിയ സ്വാഭാവികമായും ഈ ആൻറ്റിബയോട്ടിക്കിനോടുള്ള പ്രതിരോധ ശേഷി ഉണ്ടാവും. അപ്പോൾ പിന്നെ ആ ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല, അതിനേക്കാൾ വലിയ ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോൾ ഡോക്ടർ ഷോപ്പിംഗ് ഒരു കാരണമാണ്, ഡോക്ടർമാരുടെ ഇടയിലുള്ള ഈ അൺസയൻറ്റിഫിക് അപ്രോച്ച് ഒരു കാരണമാണ്, പിന്നെ ശാസ്ത്രീയമായിട്ട് ഈ രോഗാണു ഏതാണെന്ന് മനസ്സിലാക്കാതെ ചികിത്സിക്കുന്നത് വേറൊരു കാരണമാണ്. അപ്പോൾ ഇങ്ങനെ കുറേ മൾട്ടി ഫാക്ടോറിയലാണ് ഈ മനുഷ്യരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഇടപെടൽ എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ സാർ, ഈ ഡയറി ഫാമുകളിലും പൗൾട്രി ഫാമുകളിലും കൃഷിക്ക് ഉപയോഗിക്കുന്ന ചില ഫെർട്ടിലൈസേഴ്സുകളിൽ കൂടിയൊക്കെ ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു. തീർച്ചയായും അത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണല്ലോ ഡയറി ഫാം അല്ലെങ്കിൽ ഈ പൗൾട്രി ഫാം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനകത്ത് പലപ്പോഴും ഈ ചെയ്യുന്നത് ഈ അമിതമായ ഉൽപ്പാദനത്തിന് വേണ്ടി, ഇപ്പോൾ കോഴികളൊക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് വളർന്ന് അത് മാംസളമാകാൻ വേണ്ടി അതിന് ഗ്രോത്ത് ഫാക്ടർ അടങ്ങിയ ഫീഡ് കൊടുക്കും, വളർച്ചയ്ക്കുള്ള ഘടകങ്ങൾ ആവശ്യമുള്ള ഫീഡ് കൊടുക്കും. അതിനകത്ത് അവർ ചെറിയ തോതിൽ ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കും. അതും ഒരു കുറേ കാലം ഉപയോഗിക്കുമ്പോൾ അത് ഹ്യൂജ് ക്വാണ്ടിറ്റി വരും. അപ്പം ഈ ആൻറ്റിബയോട്ടിക്കുകളുടെ അകമ്പടിയോട് കൂടി ഗ്രോത്ത് ഫാക്ടർ അടങ്ങിയിരിക്കുന്ന ഈ ഫുഡാണ് ഇവർക്ക് പലപ്പോഴും കൊടുക്കും. കോഴികൾ അതുകൊണ്ട് 1.5 മാസമൊക്കെ ആകുമ്പോഴേക്ക് ഇറച്ചി കോഴികൾ വലിയ ഭാരം വെക്കും. അപ്പം ആ കോഴികളുടെ മാംസം വഴിയും അവയുടെ മുട്ട വഴിയും ഇതിൻ്റെ ഈ അംശങ്ങൾ മനുഷ്യൻ്റെ ഭക്ഷണ മേശയിലേക്ക് എത്തുകയാണ്. അപ്പോൾ ആ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഈ ചെറിയ അളവിൽ ഇത്തരത്തിലുള്ള ആൻറ്റിബയോട്ടിക്കുകളായ ശരീരത്തിൽ കടക്കുകയാണ്. ഇതേ കേസ് തന്നെയാണ് ഈ ഡയറി മേഖലയിലും വരുന്നത്. അവിടെയും തന്നെ ഈ പശുവിൻ്റെ പാലിലൂടെ ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടി കൊടുക്കുന്ന ഗ്രോത്ത് ഫാക്ടർ അടങ്ങിയ ഫോഡർ ഉണ്ടല്ലോ, കാറ്റിൽ ഫോഡർ, ആ ഫോഡറുകളിൽ ആൻറ്റിബയോട്ടിക്കിന് സാന്നിധ്യം ഉണ്ടാകും. അപ്പോൾ അത് പാൽ വഴി ഈ മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ ചെറിയ അളവിൽ നമ്മൾ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾക്ക് വരെ തന്നെ ഈ കോഴിയിറച്ചി വഴിയും മുട്ട വഴിയും പാൽ വഴിയും ചെറിയ അളവിൽ വ്യത്യസ്തങ്ങളായ ആൻറ്റിബയോട്ടിക്കുകൾ മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ ആൻറ്റിബയോട്ടിക്കുകളൊക്കെ പിൽക്കാലത്ത് അവയെ ഉപയോഗിച്ച് ചികിത്സിക്കുവാനുള്ള രോഗാണുബാധ ബാക്ടീരിയൽ ബാധ വന്നു കഴിഞ്ഞാൽ അതിനെതിരെ പ്രവർത്തന ശക്തി ഉണ്ടാവുകയില്ല. അപ്പോൾ അതെന്ത് പറ്റും, ആ ആൻറ്റിബയോട്ടിക് കഴിഞ്ഞാൽ ഈ സന്ദർഭത്തിൽ അത് ഉപയോഗശൂന്യമായി പോയി. അപ്പോൾ നമുക്ക് അതിനേക്കാൾ വലിയ പ്രേരശേഷിയുള്ള മറ്റൊരു ആൻറ്റിബയോട്ടിക് കണ്ടുപിടിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു. അപ്പം മനുഷ്യ നിർമ്മിതമായിട്ടുള്ള ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടും നമുക്ക് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്, ഇന്നത്തെ പറഞ്ഞ AMR എന്ന് പറയുന്ന ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു മഹാ പൊതുജനാരോഗ്യ പ്രശ്നം ഇതിൽ കിടക്കുകയാണ് നമ്മൾ. ഇതാണ് ഇപ്പോഴത്തെ ഡോക്ടർമാർ അഭിമുഖീകരിക്കുന്ന, ആരോഗ്യ പ്രവർത്തകർ അഭിമുഖീകരിക്കുന്ന ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ഏറ്റവും വലിയ ഒരു ഭീഷണിയാണിത്. കാരണം പഴയ കാലത്തെ പോലെ ആൻറ്റിബയോട്ടിക്കുകൾ ഇപ്പോൾ ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഞാനൊക്കെ പഠിച്ച് പാസ്സാകുന്ന കാലഘട്ടത്തിൽ പെൻസിലിൻ ആൻറ്റിബയോട്ടിക് ഉണ്ട്, അതിൻ്റെ വിവിധ രൂപങ്ങൾ വായ വഴി കഴിക്കുന്ന ഇഞ്ചക്ഷൻ വഴിയുള്ളതുകൊണ്ട്, കുറേ സൾഫഡാക്സിൻ അല്ലാതെ വേറെ ആംബിസിലിൻ ഇല്ല, അമോക്സിസിലിൻ ഇല്ല, കഴിഞ്ഞുള്ള സിപ്രോഫ്ലോക്സസിൻ, ക്വിനോളോൺസ് ഒക്കെ പറയും, ഇങ്ങനെയുള്ള സെഫലോസ്പോറിൻ, ഇങ്ങനത്തെ ആൻറ്റിബയോട്ടിക്കുകൾ അന്നില്ല. അതൊക്കെ പിൽക്കാലത്ത് കഴിഞ്ഞ 30-40 വർഷങ്ങൾ കൊണ്ട് അനേകം ആൻറ്റിബയോട്ടിക്കുകളുടെ ഒരു ഘോഷയാത്ര നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ പുതിയ ആൻറ്റിബയോട്ടിക്കുകൾ വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞുള്ള ഈ അശാസ്ത്രീയമായ രീതിയിലുള്ള സമീപനങ്ങൾ കൊണ്ട് പലരും തന്നെ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും ഉടനെ തന്നെ ഇതിലേക്ക് എടുത്തു ചാടും, കാത്തിരിക്കുകയില്ല. ശരിക്കും ഒരു ആൻറ്റിബയോട്ടിക് ഒരു അണുബാധയിൽ ഉപയോഗിക്കണമെങ്കിൽ ആദ്യം ഒരു കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി ടെസ്റ്റ് വേണം. ബ്ലഡായിട്ടോ യൂറിനായിട്ടോ സ്റ്റൂളായിട്ടോ അവർക്കുണ്ടാകുന്ന ശരീരത്തിൽ ഏത് അണുവാണ് വളരുന്നതെന്ന് അറിയാൻ വേണ്ടിയുള്ള ചില കൾച്ചർ ടെസ്റ്റ് ഉണ്ട്, കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി. അപ്പോൾ ആ ടെസ്റ്റിലുണ്ടാവും ഇന്ന ആൻറ്റിബയോട്ടിക് കൊടുക്കണം എന്നുള്ളത്. അതിന് കാത്തിരിക്കാതെ നമ്മൾ അൺസയൻറ്റിഫിക്കായിട്ട് പെട്ടെന്ന് ആൻറ്റിബയോട്ടിക് തുടങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ കഴിഞ്ഞ 30-40 വർഷങ്ങൾക്കുള്ളിൽ ഈ വളരെ കൂടുതൽ ആൻറ്റിബയോട്ടിക്കുകൾ നമ്മുടെ കയ്യിലേക്ക് വന്നെങ്കിൽ അതിൽ പലതും തന്നെ നിർവീര്യമായി പോയി.
കാരണം അവയ്ക്കെതിരെയൊക്കെ തന്നെ ഈ ഇൻഡിസ്ക്രിമിനേറ്റ് യൂസ് കൊണ്ട് ഈ രോഗാണുക്കൾ പ്രതിരോധശേഷി ഇതിനകം കൈവരിച്ച് കഴിഞ്ഞു. പാരിസ്ഥിതികമായിട്ടുള്ള കാരണങ്ങളില്ലേ, ജലത്തിലൂടെയും മറ്റും നമ്മുടെ ശരീരത്തിലേക്ക് ഇത് എത്താനുള്ള സാധ്യതകളില്ലേ? തീർച്ചയായും. അത് എന്ന് വെച്ചാൽ ജലത്തിലേക്ക് എത്തുന്ന പലപ്പോഴും മണ്ണിൽ നിന്നായിരിക്കും. ഇപ്പം നമ്മൾ വീട്ടിലുള്ള പല സാധനങ്ങൾ വലിച്ചെറിയല്ലോ, അത് രണ്ട് കാരണത്താൽ. ഒന്ന് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്നു, രണ്ട് ഫാക്ടറികളുടെ ഭാഗത്ത് നിന്ന്, ഫാർമ ഫാക്ടറികളുടെ ഭാഗത്ത് നിന്ന്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷമുള്ള ഉപയോഗശൂന്യമായത്, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത്, അൺയൂസ്ഡ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്കുകൾ അടങ്ങിയിരിക്കുന്ന ഔഷധങ്ങളോ അതിൻ്റെ കെമിക്കൽസോ നമ്മൾ മണ്ണിലേക്ക് വലിച്ചെറിയുമ്പോൾ അത് മഴക്കാലത്ത് അത് ജലാശയത്തിലെത്തും. ഈ ജലാശയത്തിൽ വളരുന്ന മത്സ്യങ്ങളെ ഭക്ഷിക്കുക വീണ്ടും മനുഷ്യനിലേക്ക് എത്തുകയാണ്. അപ്പോൾ നമ്മൾ സ്വയംകൃതാനർത്ഥങ്ങളാണ് ഇതൊക്കെ ഒരു പരിധി വരെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അൺയൂസ്ഡ് ആൻറ്റിബയോട്ടിക്സ്, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ആൻറ്റിബയോട്ടിക്കുകൾ, ഇതെല്ലാം തന്നെ ഈ അശാസ്ത്രീയമായ രീതിയിൽ ഇങ്ങനെ വലിച്ചെറിയാൻ പാടില്ല. അതൊക്കെ തിരിച്ച് ആ കമ്പനിയിലെ ആ മാനുഫാക്ചറിങ് സോഴ്സിലേക്ക് റീഡയറക്റ്റ് ചെയ്ത് എത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പല ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ അല്ല അൺയൂസ്ഡ് ആയിട്ടുള്ള മരുന്നുകൾ തിരിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പോലും അങ്ങനെയുള്ള ചില സംവിധാനങ്ങളുണ്ടെന്നാണ് കേട്ടത്. അതൊക്കെ പൊതുജനാരോഗ്യത്തിൻ്റെ ഒരു കോണിൽ നോക്കുമ്പോൾ വളരെ ആശാവഹമായ നടപടികളാണ്. അപ്പം ജലാശയങ്ങളായാലും മണ്ണായാലും ഒക്കെ തന്നെ ഈ ആൻറ്റിബയോട്ടിക്കിൻ്റെ അംശങ്ങൾ കൊണ്ട് നിറയാൻ പാടില്ല, മലിനമാക്കപ്പെടാൻ പാടില്ല. കാരണം മണ്ണൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ആധാരശിലകളിൽ ഒന്നാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് ജലാശയത്തിലെത്തുന്നതൊക്കെ. എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സൊക്കെ അങ്ങനെ വരുന്നത്. സാധാരണ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇത് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അതിൽ സാധാരണ ജനങ്ങളെ കൂടെ തന്നെ അവരോടൊപ്പമോ അതിൽ കൂടുതലോ വലിയ ഉത്തരവാദിത്വം ഡോക്ടർമാർക്കുണ്ട്. ഒന്നാമത് ഇപ്പോൾ കേരള ഗവൺമെൻറ് ഫോഫ്ലൈറ്റ് ഇത്ര വലിയൊരു പൊതുജനാരോഗ്യ പ്രശ്നമായി വന്നതിന് ശേഷം ഗവൺമെൻറ് അതിൽ കുറേ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ ആർക്കും എന്ത് മരുന്ന് നേരിട്ട് പോയിട്ട് മെഡിക്കൽ ഷോപ്പ് പോയി വാങ്ങാം, പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ. അത് പല പാശ്ചാത്യ രാജ്യങ്ങളിലും നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലും അങ്ങനെ ലഭ്യമല്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഏത് വലിയ ഗുരുതരമായ പാർശ്വഫലങ്ങളുടെ മരുന്ന് പോലും ഒരു സാധാരണ രോഗിക്ക് പോയിട്ട് പറഞ്ഞാൽ കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആർക്കും തന്നെ ഈ പുതിയ ചില സംവിധാനങ്ങൾക്ക് ശേഷം നേരിട്ട് പോയിട്ട് OTC എന്ന് പറയാം, ഓവർ ദി കൗണ്ടർ പോയിട്ട് ഈ വിത്തൗട്ട് എ പ്രിസ്ക്രിപ്ഷൻ ഈ ആൻറ്റിബയോട്ടിക് കിട്ടുകയില്ല. അപ്പോൾ രോഗികൾ ആവശ്യമില്ലാതെ മരുന്ന് കഴിക്കുന്ന സംവിധാനം നിർത്തണം. ആദ്യം രോഗികളുടെ കാര്യമാണ് പറയുന്നത്. അതിൻ്റെ പുറമെ ഡോക്ടർമാരെ വിസിറ്റിന് പോകുമ്പോൾ പനി പെട്ടെന്ന് മാറണം എന്നുള്ള അമിതമായ ആവേശം കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വൈറൽ ഡിസീസിനൊക്കെ അസുഖങ്ങൾക്ക് നമുക്ക് നേരത്തെ മാറ്റാൻ പറ്റില്ല. കാരണം അതിൻ്റെ 5 ദിവസം 7 ദിവസമൊക്കെ സമയം പിടിക്കും. അതുവരെ കാത്തിരുന്നേ പറ്റൂ. നമുക്ക് വേറെ എന്ത് തിരക്കുണ്ടെങ്കിലും മാറ്റി വെച്ചേ പറ്റൂ. അപ്പോൾ നിർബന്ധിച്ച് ഡോക്ടർമാരെ കൊണ്ട് ആൻറ്റിബയോട്ടിക് എഴുതി വാങ്ങിക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, ഡോക്ടർ ഷോപ്പിംഗ് എന്ന് പറയുന്നത് അങ്ങേയറ്റം അപകടകരമായ. ഡോക്ടർ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇന്നൊരാളെ കാണുന്നു, നാളെ വേറെ ഡോക്ടറെ കാണുന്നു, മറ്റന്നാൾ വേറെ ഡോക്ടറെ കാണുന്നു. ഈ സന്ദർഭങ്ങളിലൊക്കെ തന്നെ വ്യത്യസ്തമായ ആൻറ്റിബയോട്ടിക് എഴുതി വാങ്ങിക്കാൻ രോഗി സ്വയം തന്നെ തൻ്റെ ശരീരത്തെ പീഡിപ്പിക്കുകയാണ്. മാത്രവുമല്ല, ഇങ്ങനെ പല മരുന്നുകളും മാറി മാറി ഉപയോഗിക്കുമ്പോൾ ഈ ഡ്രഗ് ആൻറ്റഗോണിസം എന്ന് പറഞ്ഞ വേറെ സംഗതിയുണ്ട്. ഇതൊക്കെ കെമിക്കൽസ് ആണല്ലോ. ഇത് പരസ്പരം എതിർ പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും ചെയ്യും. അങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ രോഗിയുടെ ശരീരത്തിനുണ്ടാകും. അപ്പോൾ അതൊക്കെ പേഷ്യൻ്റ് ശ്രദ്ധിക്കണം. മറ്റൊന്ന്, ഒരു ആൻറ്റിബയോട്ടിക് എന്ന് മാത്രമല്ല, മരുന്നുകളെ സംബന്ധിച്ചുള്ള ഒരു അവയർനെസ് രോഗികൾക്കുണ്ടാവണം. ഓരോ മരുന്നിനും എന്തൊക്കെ പാർശ്വഫലങ്ങളുണ്ടാകാം. അപ്പോൾ താൻ ഇപ്പോൾ ഒരു ഡോക്ടറെ കണ്ട് ആ ഡോക്ടർ അദ്ദേഹത്തിന് മരുന്ന് എഴുതി കഴിഞ്ഞാൽ അതൊരു ആൻറ്റിബയോട്ടിക് ഉണ്ടെങ്കിൽ അത് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കണം. ഇതൊരു ആൻറ്റിബയോട്ടിക് ഉണ്ടോ, എത്ര ദിവസം കഴിക്കണം, അത് എങ്ങനെ കഴിക്കണം, ബിഫോർ ഫുഡ്, ആഫ്റ്റർ ഫുഡ്, എലോങ് വിത്ത് ഫുഡ്, ഇങ്ങനെ കുറേ സംഗതികളുണ്ട്. ഇത് കഴിക്കണം, അതിന് കൃത്യ ഇൻ്റർവെൽ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അതിന് സാധാരണത്തിൽ സ്വാഭാവികമായി ഉണ്ടാകാവുന്ന പാർശ്വഫലങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കണം. അപ്പോൾ രോഗികൾക്കിടയിൽ വലിയ അവയർനെസ് ഉണ്ടാവണം. ഇത്രയും കാര്യങ്ങൾ രോഗികളുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഡോക്ടർമാർക്കുണ്ടാവേണ്ട ഒരു അവയർനെസ്. ഇൻഡിസ്ക്രിമിനേറ്റായിട്ട് രോഗികൾ നിർബന്ധിക്കുമ്പോൾ ആൻറ്റിബയോട്ടിക് എഴുതാൻ പാടില്ല. പെട്ടെന്ന് രോഗിയെ ചികിത്സിച്ച് ഭേദമാക്കാനുള്ള ഒരു അമിതാവേശത്തിൽ ഒരു ശാസ്ത്രീയമായി പരിശീലനം ലഭിച്ച ഒരു ഡോക്ടർ എത്തിപ്പെടാൻ പാടില്ല. അതിന് നമ്മൾ സത്യത്തിൽ അയാളെ പറഞ്ഞ് മനസ്സിലാക്കണം, രോഗിയെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇത് നിങ്ങൾ 5 ദിവസം കൊണ്ട് മാറുകയുള്ളൂ, അല്ല 7 ദിവസം മാറുകയുള്ളൂ. നിങ്ങൾ വീട്ടിൽ റെസ്റ്റ് എടുക്കുകയും നന്നായി വെള്ളം കുടിക്കുകയും പോഷകഗുണമുള്ള ആഹാരം കഴിക്കുകയും ചെയ്യാണ് വേണ്ടത്. വെറും സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ളൂ. ഇപ്പോൾ വൈറൽ ഡിസീസ് കണ്ടമാനുള്ള സമയമാണിപ്പോൾ. അതിന് വേറൊരു മരുന്നിൻ്റെ ആവശ്യമില്ല. അതിന് ഒരു വൈറൽ ഡിസീസ് വന്നിട്ട് അതിൻ്റെ മേലെ ഒരു സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്. ഇപ്പോൾ ന്യൂമോണിയ പോലൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആൻറ്റിബയോട്ടിക് ആവശ്യമാണ്. അതും ഡോക്ടർ അപ്പോഴും തന്നെ ഡോക്ടർ ഈസ് എ സയൻറ്റിഫിക് പേഴ്സൺ. ഡോക്ടർ ശാസ്ത്രീയ അടിത്തറയുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം ഇത് രോഗമാണോ എന്ന് കണ്ടെത്തണം. അതിന് കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി ചെയ്യാൻ സമയമുണ്ടെങ്കിൽ അതിന് സാവകാശമുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കണം. അങ്ങനെ ആൻറ്റിബയോട്ടിക് കണ്ടെത്തണം. ആ ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ രോഗിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഇത് ചിലപ്പോൾ വയറിന് കുഴപ്പമുണ്ടാക്കാൻ സാധ്യതയുള്ള മരുന്നാണ്, അല്ലെങ്കിൽ അത് ഭക്ഷണശേഷമേ കഴിക്കാൻ പാടുള്ളൂ, അത് വേറെ ചില സൈഡ് ഇഫക്റ്റ് ഉണ്ടാവുക, അത് കൃത്യസമയത്ത് കഴിച്ചിരിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ ആ വക കാര്യങ്ങളൊക്കെ രോഗികളെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ഡോക്ടർമാർ തന്നെയാണ്.
പലപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല എന്നുള്ളൊരു വാസ്തവമാണ്. അത് ഒന്നാമത് രോഗികൾക്കും സമയമില്ല, ഡോക്ടർമാർക്കും സമയമില്ല. സമയമില്ലാത്തതുകൊണ്ടല്ല, സമയമില്ലാതെ അത് നമ്മുടെ ചില മിഥ്യാധാരണകളാണ്. അപ്പോൾ ഇതൊക്കെ ഡോക്ടർമാർ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വെറുതെ ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കുന്ന സംവിധാനം നിർത്തണം. മാത്രവുമല്ല, ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു നാട്ടിൽ ഉള്ള പരന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പടർന്നു പിടിക്കുന്ന ഒരു അണുബാധ വന്നാൽ അതിൻ്റെ ഒരു പ്രോട്ടോക്കോൾ അവിടുത്തെ ആരോഗ്യ അധികൃതർ സാധാരണ പുറത്തേക്ക് ഇറക്കും. ഇപ്പോൾ നമ്മൾ നിപ്പയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ ഉണ്ടാവും. അങ്ങനെ ചില ബാക്ടീരിയൽ ഇൻഫെക്ഷനുള്ള കാലഘട്ടത്തിലാണെങ്കിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലെയുള്ള വിജ്ഞാനം പകർന്നു നൽകുന്ന സ്ഥാപനങ്ങൾ അവർ പറയും ഇപ്പോഴത്തെ ഇന്ന ഒരു അണുവാണ് ഇപ്പോഴത്തെ പുതിയ ബാധ കാരണം, അതിന് ഇന്ന ആൻറ്റിബയോട്ടിക് കൊടുക്കണം. അപ്പോൾ ഡോക്ടർമാരുടെയുള്ള കണ്ടിന്യൂയിങ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്ന സംവിധാനമുണ്ട്, CME ഒക്കെ ഉണ്ടല്ലോ. ആ സന്ദർഭങ്ങളിൽ അതാത് കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ പ്രിവാലൻ്റ് ആയിട്ടുള്ള നിലവിലുള്ള അണുബാധകൾക്കെതിരെയുള്ള ആൻറ്റിബയോട്ടിക് പോളിസി ഉണ്ടാവും. പിന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും പോളിസികളുണ്ടാവും. അപ്പോൾ ഡോക്ടർമാർ എപ്പോഴും ഇത്തരത്തിലുള്ള ഈ നിഷ്കർഷകൾക്കുള്ളിൽ നിന്നുകൊണ്ട് വേണം പ്രവർത്തിക്കാൻ. ഇപ്പോൾ രോഗികൾ വെച്ച് നീട്ടുന്ന അല്ലെങ്കിൽ അവരാവശ്യപ്പെടുന്ന ചില പ്രത്യേക സന്ദർഭങ്ങൾ കാരണം നമ്മുടെ ഈ അടിസ്ഥാന സമീപനങ്ങളിൽ നിന്നും വ്യതിയിലേക്കാൻ പാടില്ല. അപ്പോൾ രോഗികളുടെ ഇടയിൽ ആൻറ്റിബയോട്ടിക് അവയർനെസ് ഉണ്ടാക്കുന്നത്, ആൻറ്റിബയോട്ടിക് അവയർനെസ് മാത്രമല്ല മരുന്നുകൾ സംബന്ധിച്ച് അവയർനെസ് ഉണ്ടാക്കാൻ ഡോക്ടർമാർക്ക് വലിയ പങ്കുണ്ട് എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ കൺട്രോളായി എന്ന് പറയുന്ന ചില അസുഖങ്ങൾ, ഉദാഹരണത്തിന് ക്ഷയരോഗം പോലുള്ളവയൊക്കെ കേസസ് കൂടുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. അതൊക്കെ ഈ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് കൊണ്ടാണോ? അല്ല, നമ്മുടെ നാട്ടിൽ ക്ഷയരോഗത്തിനും അത് പറഞ്ഞ പോലെ ഇതിൻ്റെ വേറൊരു അനുബന്ധമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ ട്യൂബർക്ലോസിസ് ഇറാഡിക്കേഷൻ. കാരണം നമുക്കിപ്പോഴും പറയുന്നത് നമ്മൾ 2030 നമുക്ക് ട്യൂബർക്ലോസിസ് ഇന്ത്യയിൽ നിന്ന് ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് പറയുന്നത് സാധ്യമല്ല എന്നാണ്. കാരണം ഈ TB ചികിത്സാ മേഖലയിൽ വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പഴയ കാലത്ത് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലഘട്ടത്തിൽ മനുഷ്യരുടെ നമ്മുടെ ഏകദേശം പ്രതീക്ഷിത ആയുർദൈർഘ്യം 33 വയസ്സ് 35 വയസ്സായിരുന്നു. ഇന്നിപ്പോൾ 80 വയസ്സ് വരെ നമുക്ക് മലയാളി ജീവിക്കുന്നുണ്ട്. നമ്മുടെ ചങ്ങമ്പുഴയ്ക്ക് TB ആയിരുന്നു. അന്ന് ഈ TBക്കെതിരെയുള്ള ശക്തമായ ഔഷധങ്ങൾ കണ്ടുപിടിക്കാത്ത കാലഘട്ടമാണ്. INH കണ്ടുപിടിക്കുന്നത് പിന്നെയും 10 വർഷം കഴിഞ്ഞിട്ടാണ്. INH എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന്. അപ്പോൾ നമ്മുടെ ഡോക്ടർമാരുടെ ഇടയിൽ പറയാറുണ്ട്, ഈ INH 10 വർഷം മുമ്പേ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ചങ്ങമ്പുഴയെ മരിക്കുമായിരുന്നു, നമുക്ക് ചങ്ങമ്പുഴയെ കുറേ കാലം കൂടെ ജീവനോടെ കിട്ടുമായിരുന്നു പറയാറുണ്ട്. അപ്പോൾ അതിനുശേഷം കുറേ മരുന്നുകൾ വരികയും ആദ്യ കാലഘട്ടത്തിൽ ചികിത്സയ്ക്ക് 1.5 കൊല്ലം പിടിക്കുമായിരുന്നു. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ 1.5 കൊല്ലം ചികിത്സിക്കുന്നത് പലപ്പോഴും രോഗികൾ അത് ശ്രദ്ധിക്കുക. ഒന്നും അത്രമാത്രം ലിറ്ററസി ഇല്ല, അവബോധമില്ലാത്ത കാലഘട്ടമാണ്. അല്പം രോഗത്തിൻ്റെ ചുമയും പനിയൊക്കെ മാറിക്കഴിഞ്ഞ് വെയിറ്റൊക്കെ കൂടി വിശപ്പൊക്കെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ രോഗിയായിരിക്കും ഇത് മാറിയെന്ന്. പക്ഷേ 1.5 കൊല്ലം ചികിത്സിക്കണം, പലപ്പോഴും അവിടെ നിർത്തും. ഇൻകംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ്, ഭാഗികമായ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് കൊണ്ട് പിൽക്കാലത്ത് ഈ ഔഷധങ്ങൾ TB അണുക്കൾക്ക് എതിരെ പ്രവർത്തനം രഹിതമാവുകയുണ്ട്, ഉപയോഗശൂന്യമാവുകയും ചെയ്ത്. അങ്ങനെ കുറേ പിന്നെ അതിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ, റിഫാംപിസിൻ, പൈറാസിനോൾ പോലത്തെ വലിയ വലിയ മരുന്നുകളൊക്കെ വന്നു. അതും തന്നെ ഇപ്പോൾ പറയുന്നൊരു പുതിയ പ്രതിഭാസം, നമ്മുടെ നാട്ടിൽ സാധാരണ TBക്കെതിരെയുള്ള മരുന്നുകൾക്ക് എതിരെ പ്രതിരോധശേഷി കൈവരിച്ച TB അണുക്കൾ വന്നിട്ടുണ്ട്. അതിൽ MDR, മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ്, XDR ഉണ്ട്. ഒരുമാതിരി അറിയപ്പെടുന്ന എല്ലാ TB മരുന്നുകൾക്കെതിരെയും റെസിസ്റ്റൻസ് ഉള്ള അതിനൊക്കെ ഇപ്പോഴത്തെ പുതിയ പ്രോട്ടോക്കോളുണ്ട്. പുതിയ പ്രോട്ടോക്കോൾ പ്രകാരം പുതിയ റിസർവ്ഡ് മെഡിസിൻസ് ഉണ്ട്. അപ്പം ഇത് TB ഉണ്ടെന്ന് ഉറപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ, കഫം പരിശോധനയിലൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ചില ഈ ജനറ്റിക് ടെസ്റ്റുകളുണ്ട്, ആൻറ്റിജൻ ടെസ്റ്റുകൾ. അതുവഴി ഏറ്റവും അത് MDR ആണോ XDR ആണോ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിനെതിരെ പ്രത്യേക ചികിത്സകളുണ്ട്. അപ്പോൾ അവിടെയും തന്നെ സംഭവിച്ചു പോകുന്നത് തന്നെയാണ്, വേണ്ട രീതിയിലുള്ള ഡോസിലില്ലാതെ അല്ലെങ്കിൽ വേണ്ടത്ര കാലഘട്ടം ചികിത്സിക്കാതെ വന്നതുകൊണ്ടും ഈ ഇത്രയും കാലം നിൽക്കുന്നതുകൊണ്ടും രോഗാണുക്കൾ, നേരത്തെ പറഞ്ഞല്ലോ, രോഗാണുക്കൾ നമ്മളെക്കാളും പഴക്കമുള്ള ആളുകളാണ്. അവർ ഈ സാധാരണ മരുന്നുകൾക്കെതിരെയുള്ള പ്രതിരോധം കൈവരിച്ചു കഴിഞ്ഞാണ് പ്രശ്നം. അപ്പോൾ ഇപ്പോൾ അത് ഒരു പൊതുജനാരോഗ്യ പ്രശ്നം, വലിയൊരു പ്രശ്നമായ നാഷണൽ TB ഇറാഡിക്കേഷൻ പ്രോഗ്രാമിലും അതൊരു വലിയ വിഷയമാണ്. അപ്പോൾ അതിനെതിരെ ഉള്ള പുതിയ സംവിധാനങ്ങളും സമീപനങ്ങളൊക്കെ ആയിട്ട് സർക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും അതും നമ്മൾ ഇതിൻ്റെ കൂടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. ചികിത്സാ പ്രതിരോധ ശക്തി കൈവരിച്ച സൂക്ഷ്മാണുക്കളെയാണല്ലോ നമ്മൾ സൂപ്പർ ബഗ്സ് എന്ന് പറയുന്നത്. ഇവരെ നേരിടാൻ പുതിയതായിട്ടുള്ള വരുന്ന റിസർച്ചുകളും ഒക്കെ ഉണ്ടോ? ലോകത്തിൻ്റെ പല ഭാഗത്തും ഇത്തരത്തിലുള്ള രോഗാണുക്കൾക്കെതിരെയുള്ള പലവിധ റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ആധുനിക വൈദ്യശാസ്ത്രത്തിലാണല്ലോ ശാസ്ത്ര സാങ്കേതിക വളർച്ചയുടെ ഏറ്റവും വലിയ ഒരു പ്രഭാവം കാണുന്നത്. അതാണല്ലോ വൈദ്യശാസ്ത്രം പിന്നീട് ടെക്നോളജിയും സയൻസും ഹൈജാക്ക് ചെയ്യുന്നതൊക്കെ ചിലർ തമാശയിൽ പറയാറുണ്ട്. ഈ ടെക്നോളജിയുടെയും സയൻസിൻ്റെയും ഡെവലപ്മെൻറ്റ് ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ച മേഖല എന്ന് പറയുന്നത് മെഡിക്കൽ സയൻസാണ്, ആധുനിക വൈദ്യശാസ്ത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത്, ഇറങ്ങുന്ന കാലത്ത് നമുക്ക് അൾട്രാസൗണ്ട് ഇല്ല, CT ഇല്ല, MRI ഇല്ല, അങ്ങനത്തെ ഒരു സംഗതിയും ഇല്ലല്ലോ.
ആകെയുള്ളൊരു ECGയും എക്സ്റേയും മാത്രമാണുള്ളത്. അപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തും പല രാജ്യങ്ങളിലും ലാബോറട്ടറികളിൽ ഇങ്ങനെയുള്ള പുതിയ പുതിയ ഔഷധങ്ങൾക്കും പുതിയ പുതിയ സംവിധാനങ്ങൾക്കും രോഗാണുക്കളെക്കുറിച്ചുള്ള പഠനമുണ്ട്, രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമുണ്ട്, ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം നമ്മുടെ സാധാരണക്കാർക്ക് പ്രാപ്യമാകുന്ന രീതിയിൽ സാധാരണ നമ്മുടെ പൊതുജനാരോഗ്യ മേഖലയിൽ അതൊക്കെ അനുഭവവേദ്യമാകണേ എത്ര കാലം പിടിക്കുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ മനുഷ്യനിർമ്മിതമായ മനുഷ്യൻ്റെ സമീപനങ്ങളുണ്ടാകുന്ന വൈകല്യങ്ങൾ കൊണ്ടും നമ്മുടെ ചില എടുത്തുചാട്ടം കൊണ്ടും നമ്മുടെ ചില അനവധാനത കൊണ്ടും ഈ ഒരു രോഗാണുക്കൾക്ക് നമ്മളെ മേലെ ആധിപത്യം സ്ഥാപിക്കാൻ അന്യഥാ കഴിയുമെന്നുള്ള ഒരു പ്രാപഞ്ചിക വീക്ഷണത്തിൻ്റെ ഒരു പിൻബലം ഉണ്ടെങ്കിലും ഒരു പരിധിവരെ നമ്മുടെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ ഡോക്ടർമാരും രോഗികളും ഒരുപോലെ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ചില പോളിസി മാറ്റേഴ്സ് ഉണ്ട്. ഇപ്പം പൗൾട്രി മേഖല, ഡയറി ഡെവലപ്മെൻറ്റ് മേഖല എന്നൊക്കെ പറയുന്നത്, എൻവയോൺമെൻറ്റൽ കാര്യങ്ങൾ, ഫാക്ടറി എന്നുള്ളത്, ഡിസ്പോസൽ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. ആ വക കാര്യങ്ങളിലൊക്കെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് പോളിസി ഡിസിഷൻ കൂടെ ആവശ്യമാണ്. സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള ഏജൻസികളുടെയും സർക്കാരിൻ്റെ ഒക്കെ ഭാഗത്തുനിന്നുള്ള ചില അനുഗുണമായ നടപടികൾ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് പിടിച്ചു നിൽക്കാം. മനുഷ്യകുലത്തിന് രോഗാണുക്കളെതിരെ പിടിച്ചു നിൽക്കാൻ സാധിക്കും. നമ്മൾ അടിക്കാനുള്ള വടി അങ്ങോട്ട് കൊടുക്കാതിരുന്നാൽ മതിയല്ലോ. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ലോകം ഇന്ന് നേരിടുന്ന 10 ഭീഷണികളിൽ ഒന്നാണ് ഈ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. ഇത് തടയാൻ വേണ്ടി ഡോക്ടർമാർക്കാണ് പൊതുജനങ്ങളെക്കാളും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് ഡോക്ടർ പറയുണ്ടായി. അപ്പോൾ ഡോക്ടർമാർക്ക് വേണ്ടിയിട്ട് പുതിയ പരിശീലനങ്ങളോ പ്രോട്ടോക്കോളുകളെ കുറിച്ച് കൂടി ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. ഡോക്ടർമാരുടെ കാലികമായി നടക്കുന്ന പല കണ്ടിന്യൂയിങ് മെഡിക്കൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലൊക്കെ തന്നെ ഈ ഒരു വിഷയം സജീവമായിട്ട് ഇപ്പം നിലനിൽക്കുന്നുണ്ട്. അതിന് പുറമെ വേറെ വലിയ പ്രധാനപ്പെട്ട ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ആൻറ്റി മൈക്രോബിയൽ സ്റ്റീവാർഡ്ഷിപ്പ് പ്രോഗ്രാം എന്ന് പറയും. അതായത് AMSP, ആൻറ്റി മൈക്രോബിയൽ സ്റ്റീവാർഡ്ഷിപ്പ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ, സ്റ്റീവാർഡ് എന്ന് പറഞ്ഞാൽ വിവേകപൂർവ്വം യുക്തിപൂർവ്വം ശാസ്ത്രീയമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു നേതാവ് എന്നൊക്കെയാണ് നമ്മൾ അതിൻ്റെ ഒരു അർത്ഥം. അപ്പോൾ ആ നിലയ്ക്ക് ഡോക്ടർമാർക്കുള്ള പ്രോഗ്രാമാണത്. രോഗാണുക്കൾക്ക് ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെയുള്ള പ്രതിരോധശേഷി കൈവരിക്കുവാനുള്ള സന്ദർഭങ്ങൾ, അതിനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുവാനും ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തുവാനും അവർ ശാസ്ത്രീയമായ രീതിയിലുള്ള പരിശീലനം നൽകുവാനും അതോടൊപ്പം തന്നെ ഇങ്ങനെ ഈ ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കാൻ ആവശ്യമായ ചില പ്രോട്ടോക്കോളുകൾ, അപ്പോൾ അതിൻ്റെ ചില ഓരോന്നിനും പ്രോട്ടോക്കോളുണ്ട്, അതിന് മാർഗ്ഗനിർദ്ദേശ തത്വങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ പരിശീലിപ്പിക്കാൻ വേണ്ടിയുള്ള നടക്കുന്നൊരു പദ്ധതിയാണ്. പല വലിയ വലിയ ഹോസ്പിറ്റൽ, പ്രത്യേകിച്ചും സെക്കൻഡറി ആൻഡ് ടെർഷറി കെയർ, ആരോഗ്യ മേഖലയിൽ 3 ടയർ ആണല്ലോ, ഒരു പ്രൈമറി, സെക്കൻഡറി, ടെർഷറി. അപ്പം പ്രൈമറി കെയറിൽ പൊതുവെ ഇത്തരത്തിലുള്ള വലിയ ഒരു വിവക്ഷ വരുന്നില്ല. സെക്കൻഡറി ആൻഡ് പ്രധാനപ്പെട്ടത് ടെർഷറി കെയർ. ടെർഷറി കെയറിലാണ് വലിയ വലിയ ഈ ICUകളും ഇൻഫെക്ഷൻ കൺട്രോൾ സംവിധാനങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അവിടങ്ങളിലൊക്കെ ഈ ഒരു പദ്ധതി, ഈ AMSP എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സർവൈലൻസ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ അതിൻ്റെ ഒരു പദ്ധതിയാണിത്. പക്ഷേ അത് ഏറ്റവും ഭംഗിയായിട്ടും ഏറ്റവും ആദ്യവും നടപ്പിലാക്കിയത് കേരള ഗവൺമെൻറ്റാണ്. അതിൻ്റെ ആദ്യത്തെ പതാകവാഹകർ എന്ന് പറയാം. അപ്പോൾ അതിൽ രോഗാണുക്കൾക്ക് പ്രതിരോധശേഷി കൈവരുന്ന അതിന് സർവൈലൻസ്, നിരീക്ഷണം, വളരെ ജാഗ്രതയോടുകൂടി നിതാന്തമായ നിരീക്ഷണവും അതിനനുഗുണമായ രീതിയിലുള്ള സമീപനങ്ങളും നമ്മുടെ ടൂൾസൊക്കെ രൂപകൽപ്പന ചെയ്യാനുള്ള സംവിധാനമാണത്. അപ്പോൾ അങ്ങനെയുള്ള പദ്ധതികൾ നടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സർക്കാർ തലത്തിലും ഡോക്ടർമാരുടെ ശാസ്ത്രീയമായിട്ടുള്ള സംഘടനാ സംവിധാനങ്ങളുടെ കീഴിൽ ഇതിനെതിരെ വലിയ രീതിയിലുള്ള ബോധവൽക്കരണം, വലിയ രീതിയിലുള്ള ഒരു പടക്കോപ്പ് ഒരുക്കലൊക്കെ നടക്കുന്നുണ്ട്. അത് ഇതിലൂടെ നമുക്ക് ഓർത്തിരിക്കേണ്ടതാണ്. പക്ഷേ നാളെ പിറ്റേന്ന് ഭാവിയിൽ ഇതിൻ്റെയൊക്കെ സദ്ഫലങ്ങൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും തോന്നുന്നു. കുറേ കൂടെ വിജിലൻ്റായിട്ട് ഡോക്ടർ സമൂഹവും അതുപോലെ തന്നെ അവരാൽ പരിശീലിപ്പിക്കപ്പെടുന്ന കുറച്ച് ഉൾക്കാഴ്ചയും ദീർഘദൃഷ്ടിയൊക്കെ ഉള്ള ഒരു സമൂഹവും ഒരു രോഗി സമൂഹമൊക്കെ ഉണ്ടാവാൻ ഒന്നും പ്രത്യാശിക്കാം. ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അഥവാ സൂക്ഷ്മ രോഗാണുക്കൾ ആർജിക്കുന്ന ചികിത്സാ പ്രതിരോധ ശക്തി, ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. ഡോക്ടറിൻ്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. നന്ദി. ആരോഗ്യവകുപ്പിന്റെ ഇടപെടൽ വഴി കഴിഞ്ഞ 1 വർഷത്തോളമായി ആൻറ്റിബയോട്ടിക് വിൽപ്പനയും ഉപഭോഗവും കാര്യമായി കുറഞ്ഞുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആരോഗ്യരംഗത്തുള്ളവരും സാധാരണക്കാരും ഈ ബോധവൽക്കരണ ശ്രമങ്ങളോട് അനുകൂലമായി പ്രതികരിക്കുന്നു എന്നുള്ളത് ആശാവഹമായ ഒരു കാര്യമാണ്. ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന വിഷയത്തെക്കുറിച്ച് കോഴിക്കോട് ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ മെഹറൂഫ് രാജ് TPയുമായി ഡോക്ടർ സൂര്യ VS നടത്തിയ അഭിമുഖമാണ് ആരോഗ്യവാണിയിൽ ഇതുവരെ കേട്ടത്. ആരോഗ്യവാണി